പരിശുദ്ധനൂറിൻ്റെ മാർഗത്തിൽ വന്നോളി കരുന്ന കൽബുകൾ കണ്ടിട്ടറിഞ്ഞോളി കരിവിൻ്റെ കൈ നീട്ടാൻ മുന്നാലെ നിന്നോളി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മോശം നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് എന്റെ കൂടെ പറപ്പിങ്ങൾ വീടില്ലാത്തവർക്ക് ഞാൻ 3.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് യതീമായ അതല്ലെങ്കിൽ പാവപ്പെട്ട 70 കുടുംബത്തിന് നമ്മൾ വീട് കൊടുക്കാൻ സ്ഥലം കൊടുക്കാൻ എന്നിട്ട് ആർക്കൊരു 4 സെന്റ് സ്ഥലം നമ്മൾ തരുട്ടോ. 4 സെന്റ് സ്ഥലം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് അതും കണ്ണായ സ്ഥലം എന്നോട് 1 ലക്ഷം രൂപ സെന്റിന് ഇപ്പൊ ചോദിച്ചു. ഞാൻ വാങ്ങിയ തുകയോ ഞാൻ 48,000 രൂപ സെന്റിന് വാങ്ങിയ സ്ഥലം. റോഡുണ്ട്, സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്, ടൗൺ ഉണ്ട്. പാവപ്പെട്ടവർക്ക് 4 സെന്റ് സ്ഥലം വീതം 70 അതിൽ 75 പേർക്ക് നമ്മൾ കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് 30 കുടുംബത്തിന് ഇൻഷാ അല്ലാഹ് മെയ് മാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 4 മാസം കൊണ്ട് 30 കുടുംബത്തിന് എന്ത് ചെയ്യാണ് നമ്മള് ആധാരം കൈമാറും. മെയ് മാസം കേട്ടോ ആധാരം കൈമാറും. ഇനിയിപ്പോ എല്ലാവരും പാവപ്പെട്ടവരായിരിക്കും. 1 ലക്ഷം ചോദിക്കുന്ന സെന്റിന്. പിന്നെ എന്നോട് കുറെ ആൾക്കാര് പറഞ്ഞു ആ സ്ഥലം വിറ്റിട്ട് ചെറിയ പൈസക്ക് എവിടെയും വാങ്ങുന്നു. നമ്മളെ ജനങ്ങള് നമുക്ക് പണ്ട് തന്ന പൈസ അപ്പൊ നമ്മളത് എടുത്ത് വക്കഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കാൻ പാടില്ല. എനിക്ക് വേണമെങ്കിൽ മുതലുണ്ടാക്കാം അങ്ങനെയൊക്കെ, പക്ഷെ മരിച്ചു പോണ്ടേ കേട്ടോ. അപ്പോ 30 പേർക്കുള്ള സ്ഥലം മെയ് മാസം നമ്മൾ ആധാരം കൈമാറും. അതിന്റെ ഫോം ഇപ്പൊ ഇവിടെ ഉദ്ഘാടനം ചെയ്യും. ഈ മെയ് 30-ാം തീയതി 2 ഹിന്ദു കുട്ടികളെ കല്യാണമുണ്ട്. ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് കരഞ്ഞുപോയി. ഞാൻ കരഞ്ഞു. ഞാൻ ദുആ ചെയ്യുമ്പോൾ മാത്രമേ കരയാറുള്ളൂ, അല്ലാതെ കരയേണ്ട ഒരു അവസ്ഥ എനിക്ക് റബ്ബ് തന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കരഞ്ഞു. എന്തറിയോ, ഒരു ഹിന്ദു അമുസ്ലിമായ ഒരു സഹോദരി ഒരു പെൺകുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞു എന്റെ ഭർത്താവിന്റെ പെങ്ങളാണ്, എന്റെ ഭർത്താവിന്റെ പെങ്ങൾ. എന്റെ ഭർത്താവ് മരിച്ചു. ഇവർക്ക് അച്ഛനില്ല, അമ്മയില്ല. ഞാൻ പണിക്ക് പോയിട്ടാണ് എന്റെ നാത്തൂമാരെ ഞാൻ നോക്കുന്നത്. എന്തൊരു സ്നേഹ. ഞാൻ പണിക്ക് പോയിട്ടാണ് എന്റെ ഭർത്താവിന്റെ പെങ്ങന്മാരെ ഞാൻ നോക്കുന്നത്. ഒരു കാര്യമില്ല. എന്റെ ഭർത്താവ് മരിച്ചപ്പോ ഞാൻ ഒരിട്ടു പോയില്ല. ഇവിടെ കല്യാണമാണ്, ഒരു ഗതിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തു. നല്ല വിഷമിക്കണ്ട. അപ്പോ 2 അമുസ്ലിമായ വേറൊരു കുട്ടിയുണ്ട്. അവരെ കല്യാണമാണ് മെയ് 30-ാം തീയതി, അല്ല മെയ് മാസം എന്ന ഡേറ്റ് മെയ് 25. അപ്പോ ആ 2 കുട്ടികളെ കല്യാണം 30 പേർക്കുള്ള ആധാരം കൈമാറിയാണ്. എനിക്ക് വേണമെങ്കിൽ ആ സ്ഥലം വിറ്റിട്ട് എനിക്ക് ഈ സ്ഥലം വാങ്ങാം. വീടില്ലാത്ത ഒത്തിരി കുടുംബങ്ങളുണ്ട്, വാടക കൊടുക്കാനില്ലാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇത് ഞങ്ങൾക്ക് വെറുതെ ആവില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചോദിക്കൊന്നുമില്ല, നിങ്ങളെല്ലാവരും 500 രൂപ ചോദിച്ചു, നിങ്ങൾ എനിക്ക് തന്നു. ആ പൈസ എന്റെ കൂടെ പറക്കുന്ന ഹജ്ജിന് ഉംറക്ക് പറഞ്ഞു. എന്നാലും ഞാൻ എടുത്തില്ല. ഇത്ര പാവങ്ങളറിയാം ഉംറക്ക് പോയത്.
അല്ലേ? ഞാൻ പട്ടിണി കിടന്നവനാ. അവില് കുഴച്ച് തിന്നിട്ടുണ്ട്. അല്ലോ എത്തിഹാനിൽ പഠിക്കുമ്പോ ഞാൻ എല്ലാ മക്കളെയും മാസം ഉമ്മമാര് കൊണ്ടുപോകും. ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു മുതലാളിന്റെ വീട്ടിൽ പോയപ്പോണ്ട് ചെറിയ ഞങ്ങൾ മക്കളല്ല, ഞങ്ങളെപ്പോഴത്തെ കുട്ടി മുട്ടായി നിന്നു. അന്ന് ഞാൻ ആഗ്രഹിച്ചു മുട്ടായി നിലത്തിട്ട പഠിക്കത്തുന്നായിരുന്നു. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്നതാ. നമുക്ക് എന്തിനാ മുതലൊന്നും വേണ്ട. പക്ഷേ ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് ഒരുപാടല്ലേ. ഞാൻ ഇപ്പൊ 2 മാസം മുമ്പ് ചെറിയ പൈത മക്കള് നിങ്ങൾക്കറിയോ ഒരു കാര്യം കേട്ടോളൂ, ഒരുപാട് എത്തി മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് പൈത മക്കളെ ഒരു മാസത്തില് ഓലെ വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. 10,000 കൊടുക്കുന്നുണ്ട്, 4,000 കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വാരിക്കോരി തരുന്നുണ്ട്. എല്ലാവർക്കും ഫളിലുണ്ട്. ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് 1200 ആളുകൾ വരും. ഒരു തമാശ ട്രോളാനുമായി തമാശ പറയല്ല. ഞാൻ രാവിലെ ചിലപ്പോ ഞാൻ എന്റെ ജീവിതത്തിന് ഒരുപാട് പ്രയാസമൊന്നും തട്ടിയോണ്ട് പോയി 600 ഷുഗർ. എന്നാലും എന്റെ വീട്ടിൽ അടുപ്പ് കടാറില്ല, എന്റെ വീട്ടിൽ ആള് ഒഴിവാകാറില്ല. അള്ളാഹു വരുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 10 മാസം കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പൈസ നമുക്ക് സ്വരൂപിക്കണം. 1000 രൂപ പോലും തരാത്ത ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഒരു ദിവസം 1000 രൂപ പോലും തരാത്ത ഒരാളും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. സുബ്ഹാനല്ലാഹ്, ഇത് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സീറ്റ് ഇൻഷാ അല്ലാഹ് എല്ലാവരും. അപ്പൊ ഇത് 10 മാസം കൊണ്ടാകുമ്പോ എന്തായാലും ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതിന്റെ പൈസ ആകും. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി വേഗം ദുആ ചെയ്യണം. ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഭക്ഷണം ഇന്നും കഴിയില്ല എന്നും ഞാൻ പറയുന്നു. അല്ലാഹു ബറക്കത്ത് കേട്ടോ. പിന്നെ റമളാൻ മാസത്തില് കേട്ടോളേ, റമളാൻ മാസത്തിൽ വലിയൊരു തൗബയുടെ മജ്ലിസ് വെക്കുന്നുണ്ട്. വലിയൊരു തൗബയുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ്. അത് രാത്രിയായിരിക്കും. നോമ്പ് തുറ മാർച്ച് 20-ാം തീയതി. മാർച്ച് 20-ാം തീയതി നമ്മൾ വാങ്ങിയ ഈ സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് സ്കാനറിൽ കിട്ടും. എല്ലാവരും ഒരു 3333 ഒരു 6666 എല്ലാവരും എഴുതണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ബറക്കത്ത് ചെയ്യും. ശരിയായോ? പിന്നെ കല്യാണത്തിന് കൊണ്ട് പൈസ ചോദിക്കൂല. ഇനി 25 കുട്ടികളെ കല്യാണാണ്. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് കായ് ചോദിക്കൂല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാം, സ്ഥലത്തിന് പെണ്ണുങ്ങളൊക്കെ ഞാൻ മരിക്കോളം ഉണ്ട് വേണ്ടോ. അല്ലാഹു ബറക്കത്ത് കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരുപാട് ആളുകള്, ഒരുപാട് മഹല്ല് കമ്മിറ്റി, ഒരുപാട് മദ്രസ കമ്മിറ്റി, ഒരുപാട് ആളുകൾ ഡേറ്റ് ചോദിച്ചു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഞാൻ പെരമള്ളൂർ ഉസ്താദ് നാട്ടിൽ പോയി. ഉസ്താദ് പറഞ്ഞു എത്ര ആളുകൾ കൂടിയ മജ്ലിസ് ഇവിടെ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഇന്നലെ വേറെ പള്ളി കമ്മിറ്റിക്കാർ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു പൈസയൊന്നും വേണം, നിങ്ങൾ വന്നാൽ മതിയാകും. ഞാൻ ചോദിച്ചെന്താ, ആള് കൂടുതൽ മറ്റുള്ളവർ കാണുന്നു, അതിന് ഞാൻ കിട്ടില്ല. ഞാൻ എല്ലാത്തിനും ഉണ്ട്, എനിക്ക് എല്ലാവരും വേണം. അപ്പൊ ആള് കൂടുതലെങ്കിൽ ആരും വേണം, നമ്മള് വേണം. മറ്റുള്ളവരെ തോൽപ്പിക്കാനൊന്നും നമ്മളില്ല. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ സ്ഥലത്തിന്റെ ഫോം ഇവിടെ കിട്ടും, അത് വാങ്ങാം. നമ്മള് 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. ഒരുപാട് പേര് ധൈര്യമുള്ള പോലത്തെ രോഗം അല്ലാഹു ശിഫായി കൊടുക്കട്ടെ കേട്ടോ. അപ്പോ എല്ലാവരും എന്ത് ചെയ്യണം,
വെള്ളം വെയിലും കൊള്ളുന്നവർ വെള്ളം കുടിക്കണം കേട്ടോ. അതിപ്പോ ഈ ഭാഗത്ത് ബുക്കില്ല, എഴുതാൻ ആരുമില്ല. നിങ്ങളടുത്ത് എഴുതാൻ ബുക്ക് വന്നിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി, ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സദസ്സിനോട്, മയ്യത്ത് നിസ്കരിക്കാൻ വന്നവരോട്, ഈ മയ്യത്തിന് കടമുണ്ടോ? ഈ മയ്യത്തിന് കടമുണ്ടോ? അങ്ങനെ ആ സദസ്സിൽ നിന്നൊരു സഹാബി എഴുന്നേറ്റ് വിട്ട് പറഞ്ഞു, 50 പൈസ കടണ്ട്. 50 പൈസ കടണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞു, എന്നാൽ വീട്ടിൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കുള്ളൂ. ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ആ പൈസ ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തു. ആ ആളക്കടം ഞാൻ വീട്ടിൽ പോലാണ് പറഞ്ഞ് ഏറ്റെടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മയ്യത്ത് നിസ്കരിച്ചു. അസ്റിന് വേണ്ടി വന്നപ്പോ റസൂലുള്ളാഹി സഹാബത്ത് കടം വീട്ടോ? ഇല്ല നബി, 50 പൈസ അല്ലേ വീട്ടിൽ പോരാൻ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി പറഞ്ഞു, ആ കടം വീട്ടുന്നത് വരെ ആ മനുഷ്യന് സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു കാക്കട്ടെ. വെറുതെ എഴുതി വെച്ചിട്ടില്ല കാര്യമില്ല കേട്ടോ. അപ്പൊ എല്ലാരും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അവരെ തിരുപ്പുറയിൽ കൊടുത്തിട്ട് എഴുതിക്കണോ? പറയും അവിടെ എഴുതിക്കോ ചോദിച്ചാ ഇതൊക്കെ ഇവിടുന്ന് എത്ര ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിനായിട്ട് കാരണം ഓൽക്കെന്താണ്? ഒരു ടോക്കൺ കിട്ടണം, ഒരൊറ്റ വാക്കിലേക്ക് കിട്ടണം. അതിന് കിട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മള് സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കുകയാണ്. തേനൊക്കെ തുറന്ന് വെക്കണം. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത മാസം പരിപാടി വെക്കുന്നുണ്ട്. ഞാൻ വെക്കണില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പോ ഇവര് സമ്മതിക്കുന്നില്ല. അടുത്ത മാസം ഇൻഷാ അല്ലാഹ് 23 പിന്നെ ഒരു പള്ളി ഉദ്ഘാടനമുണ്ട്. ഞാൻ അതിനൊന്നും യോഗ്യനല്ല. ഞാൻ കുറെ നിർബന്ധിച്ചു, എന്നെ വിളിക്കണ്ട. ഓര് പറഞ്ഞു, നിങ്ങൾ എന്നെ വരണം. എന്നിട്ട് ആ പള്ളിയുടെ ഔപചാരികമായ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു, ഞാനന്ന് മക്കത്തായിരിക്കും അന്ന്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവാണ് 20-ാം തീയതി സൗത്ത് പാങ്, ഫെബ്രുവരി 20-ാം തീയതി സൗത്ത് പാങ് വെച്ചിട്ട് ഞാൻ നേരെ മദീനത്തുനിന്ന് വന്ന് നേരെ ഇൻഷാ അല്ലാഹ് പോകുന്നത് ആ സദസ്സിലേക്കായി. പിന്നെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട, ഇതെല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്. കേരളം മൊത്തം ഒരു ചർച്ചയുണ്ട്. അതെന്താണെന്നറിയോ? നൂറെ ഹബീബ് തങ്ങൾക്ക് കൊടക്കാട് തങ്ങളുണ്ട്. നൂറെ ഹബീബ് തങ്ങളാണ് തങ്ങളുപ്പാപ്പക്ക് കറാമത്തുണ്ട്. ഇന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കലുണ്ട്. അങ്ങനെ പല ആളുകളും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. അപ്പൊ ഞാൻ കുറെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല. എന്ത് പറയാൻ പാടില്ല? എന്റെ കാര്യം ശരിയായോ? ഞാൻ ഒരു സലാത്ത് ചൊല്ലിയിട്ടാണ്. എനിക്ക് പനി വന്നപ്പോഴേ ഞാൻ പാരസെറ്റമോളെ കുറിച്ച് ഇന്നത്തെ എന്റെ പനി മാറും, കറാമത്തിന്റെ മാറൂലേ? അതൊന്നും പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ട് കേൾക്കണില്ല. മാസങ്ങളോളം ബുക്കിന് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു മാനിനത്തുള്ള അല്ലാഹു നൽകട്ടെ. ഇതൊക്കെ സ്വലാത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ടാണ്. ഒരു ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കുകയാണ്. നമ്മള് സ്വലാത്തുൽ ഫാത്തിഹയുടെ ഫളില് പറഞ്ഞു. എന്തുകൊണ്ട് ഒരു 50,000 രൂപയുടെ ചെക്ക് ആ പാവപ്പെട്ട എന്താണ് പേര് ഇതില് നമ്മള് കൈമാറാണ്. പിന്നെ എല്ലാരോടും പറയാനൊരു കാര്യം, ഒന്ന് രാവിലെ ഒരു താത്ത എന്നെ വന്നിട്ട് പറഞ്ഞു, എന്റെ പള്ളി കമ്മിറ്റിക്കാര് എന്നെ വന്ന് കണ്ടിക്കുന്ന പോലെ എന്തോ തങ്ങളെ കിട്ടാൻ എന്തിനു ഇഫുല കോളിന് പൈസ വാങ്ങുന്നല്ലോ. ഒന്നുമില്ല, ഇഫുല കോളിന് കായ് കൊടുക്കണം, അല്ലെങ്കിൽ ഡേറ്റ് കൊടുക്കണം.
ഞങ്ങൾ രണ്ടിപ്പം നടക്കില്ല. ഞാൻ ഇവിടെ പരിപാടിക്ക് പോക്കില്ല. ഒന്നാമത് നമ്മളെ കൊണ്ട് മറ്റുള്ളവരൊക്കെ എന്ത് വിഷമമില്ലാതെ നിങ്ങൾക്കറിയാലോ. എല്ലാവരും പ്രശ്നം എന്താ, എവിടെ അല്ലെങ്കിൽ തന്നെ എവിടെ നോക്കിയതിന്റെ പേര് അല്ലാഹു എന്നും നിറഞ്ഞെത്തി തരട്ടെ. അല്ലെ, എവിടെ നോക്കിയാലും നമ്മളെ പേര്. അത് നല്ലത് പറയുന്നുണ്ട്, മോശം പറയുന്നുണ്ട്, അതൊക്കെ പഠിച്ചു നോക്കട്ടെ. പിന്നെ ഒരുപാട് പേര് പൊരുത്തപ്പെടിക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. നമ്മളറിയാതെ അല്ലേ, നമ്മളെ പിന്നെ എത്രയോ അനുഭവങ്ങൾ, എത്രയോ വിഷമങ്ങൾ, പ്രയാസങ്ങൾ കേട്ടോ. അടുത്ത മഴയൊക്കെ പോയി കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഞാൻ സ്വലാത്തുൽ ഫാത്തിഹയുടെ മഹത്വം പറഞ്ഞ് നിർത്തി. സ്വലാത്തുൽ ഫാത്തിഹ ഒരു കാര്യം നമ്മൾ നിയ്യത്ത് വെക്കാൻ കേട്ടോ. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ഒരു ഉദാഹരണം നമ്മുടെ ഉസ്താദ് അല്ലേ, വലിയ വണ്ടിയൊക്കെ വാങ്ങിയില്ലേ, ഈ മദ്രസയിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയ വണ്ടിയായിരുന്നു, മദ്രസയ്ക്ക് ഒരു വലിയ വണ്ടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സമ്പത്ത് അല്ലാഹു കൊടുക്കട്ടെ. മനസ്സിലായില്ലേ? അതിനും ആൾക്കാരെ മുമ്പോട്ട് പറയുന്നത് നൂറായിരം തങ്ങളാണെങ്കിൽ കടങ്ങളുണ്ട്. അല്ലാഹു വീട്ടിൽ കൊടുക്കട്ടെ. അല്ലാഹു ഉസ്താദിന് ഈ വിവാദങ്ങള് എന്ന സമയത്തും നമ്മളെ കൂടെ നിന്ന ആൾക്കാരാണ്. ഓരോ നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ്. കാരണം പുതിയ പുതിയ ആൾക്കാരുണ്ട്. നമ്മളെ ഇപ്പൊ ഒരു യഥാർത്ഥത്തിൽ ആരെ കൊണ്ടുവന്നാണ്, തന്റെ പെണ്ണുകൾ ഗർഭിണിയല്ലായിരുന്നു. അൽഹംദുലില്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഇപ്പൊ ഗർഭിണിയാണ്. ഇതാരെ തന്നെ 7 വർഷത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഗർഭം ചുമക്കാനും നല്ല റാഹത്തിന് പ്രസവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ. വേറെ സ്വപ്നങ്ങളുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചിന്തിക്കാം, എനിക്ക് ഈ ഫളലുകളൊക്കെ കിട്ടുന്നത് സ്വലാത്തിന്റെ മഹത്വം കൊണ്ടാണ്. അല്ലാഹുവേ, ഒത്തിരി പേര് വെയിൽ കൊള്ളുന്നത്, അല്ലാഹു ചർമ്മത്തിന് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അല്ലാഹു ഒക്കെ മാറ്റി കൊടുക്കട്ടെ. നല്ല സൗന്ദര്യം അല്ലാഹു കൊടുക്കട്ടെ. ചില വെയിൽ കൊണ്ടാൽ സൗന്ദര്യം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസഫിന്റെ സൗന്ദര്യം അല്ലാഹു എന്റെ കൂടെ പറപ്പിക്കണം അല്ലാഹു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നവര് വെയിലത്ത് കറങ്ങി നിൽക്കണ്ട കേട്ടോ. അല്ലാഹു ബർക്കത്ത് കേട്ടോ. 3 കാര്യങ്ങൾ നമ്മൾ ഇന്നും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നുണ്ട്. ഇന്നും ചൊല്ലുന്നുണ്ട്. 43,000 ആളുകൾ സ്വലാത്തുൽ ഫാത്തിഹയുടെ സുബ്ഹി കാണുന്നുണ്ട്. 1,00,000 വ്യൂവേഴ്സ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നാൽ നിങ്ങൾക്കൊക്കെ ഒരു പകുതി ആളുകൾക്ക് ഫലം കിട്ടിയത് സ്വലാത്തുൽ ഫാത്തിഹയുടെ ബർക്കത്തോടെയാണ്. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وقدره ومقداره العظيم. അത് സ്വലാത്തുൽ ഫാത്തിഹ. ഈ സ്വലാത്തുൽ ഫാത്തിഹ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതറിയില്ല. ചില ആളുകൾ ദ്വാരക്കും ഉസ്താദുമാര് ദ്വാരക്കാരുണ്ട്. എന്നാൽ മറ്റു രാഷ്ട്രങ്ങളിൽ, സുഡാനില്, മലേഷ്യയില്, മറ്റുള്ള രാഷ്ട്രത്തൊക്കെ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്നിട്ട് ഈ സ്വലാത്ത് ചെല്ലാറുണ്ട്. ഈ സ്വലാത്തിന്റെ അർത്ഥം തന്നെ അടക്കപ്പെട്ടത് തുറക്കുക എന്നുള്ളതാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഒരുപാട് മഹാന്മാര് ഇതിന്റെ പവിത്രത പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മഹാനുണ്ട്. അമ്പരപ്പിക്കുന്ന പുണ്യങ്ങളും ഒരുപാട് ഫലങ്ങളുമുള്ള ഒരുപാട് രഹസ്യമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. സുബ്ഹിന്റെ സമയത്ത് നിങ്ങളെ വീടിന്റെ അകത്തളത്തിലേക്ക് യൂട്യൂബിലൂടെ ലൈവായി നിങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ നൂറെ ഹബീബിന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ കേൾക്കാനുള്ള സ്വലാത്തുണ്ടല്ലോ. ഒരുപാട് പുണ്യങ്ങളാണ്. മിനിങ്ങാതൊരു ഉമ്മ വിളിച്ചിട്ട് പറയാ, എന്റെ മകന് കല്ല് കുടിച്ചു വന്നിട്ട് എന്നെ തല്ലാറുണ്ട്, അവന്റെ മക്കളെ തല്ലാറുണ്ട്, അവന്റെ അവന്റെ ഭാര്യ പോയി, മക്കളെ പോയി, എനിക്ക് പേടിയായിരുന്നു എന്റെ വീട്ടിൽ നിൽക്കാൻ. കല്ല് കുടിച്ചു വന്നിട്ട് രാത്രിയൊക്കെ
ഓൻ വരുന്ന സമയത്ത് വീട് തുറന്നു വെക്കണം. എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റൂല. ഒരു ദിവസം ആ ഉമ്മ പറയാണ്, വാതില് തുറക്കാൻ വലിയ പേരിന്റെ അരക്കവിന് ചവിട്ടി. കുഞ്ഞിലെ 10 മാസം വയറ്റിലിട്ട് ചുമന്ന് പ്രസവിച്ചതാണ്. അവന്റെ ചെറുപ്പത്തിൽ വാപ്പെട്ടുപോയി. അടുത്ത വീട്ടില് പാത്രം കഴുകിയിട്ടാണ് എന്റെ മകനെ ഞാൻ വളർത്തിയത്. ഒരു ദിവസം വാതിൽ തുറക്കാൻ വേണ്ടിയപ്പോ എന്റെ മകനെന്റെ വയറ്റത്തേക്ക് ചവിട്ടി. തങ്ങളെ അങ്ങനെ ആളുകൾ എന്നോട് പറഞ്ഞു, നീ സ്വലാത്തുൽ ഫാത്തിഹ കേട്ടോ, ദിവസവും സ്വലാത്ത് ചൊല്ലിക്കോ. അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ തുടങ്ങി. ഒരു ദിവസം നേരെ കുടക്കാടിന്റെ മണ്ണിൽ വന്നിട്ട് സങ്കടങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ ഉമ്മാനോട്, ഉമ്മ കരയില്ല, ഉമ്മ പ്രസവ വേദന അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഉമ്മാനെ ചവിട്ടിയത്. അതുകൊണ്ട് ഉമ്മ നിങ്ങളെ വിഷമിക്കണ്ട, നിങ്ങളെ മൂന്ന് നന്നാവും. അപ്പോൾ എന്നോട് എന്താ പറഞ്ഞത്, എന്റെ മകനക്ക് എന്നെ ചവിട്ടിയത് കൊണ്ട് വിഷമം റബ്ബ് കൊടുക്കാതിരിക്കട്ടെ. അപ്പോൾ ഉമ്മാന്റെ മനസ്സിലെന്താ അല്ലേ? ഇപ്പൊ നമ്മൾ 4 ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയില് പ്രസവിച്ച ഉമ്മാന്റെ കഴുത്തറുത്ത മോനെ കഥ പറഞ്ഞു. ഉമ്മാന്റെ ആത്മാവ് വീട്ടിലുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഖബറിൽ വെച്ചിട്ട് ഉമ്മ ദുആ ചെയ്യുമെങ്കിൽ പൊന്നുമോനക്ക് ആപത്ത് കൊടുക്കരുത്. ഉമ്മമാരെ മനസ്സെങ്ങനെയാണ്? അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. മരണപ്പെട്ടു ഉമ്മമാരെ ഖബറിൽ വിശാലമാക്കട്ടെ. അറിയോ, അങ്ങനെ ഉമ്മ സ്വലാത്തുൽ ഫാത്തിഹ കേട്ടു. ഒരു വട്ടം കുടക്കാട് വന്നു. ആ ഉമ്മാന്റെ മോനൊക്കെ ഉമ്മാനെ വിളിക്കുന്ന സുബൈക്ക് ഉമ്മ ബാങ്ക് കൊടുക്കാനായി. അത് സ്വലാത്തുൽ ഫാത്തിഹയുടെ ഒരു ഞാമത്താണ്. ഈ സ്വലാത്ത് സാധാരണ സ്വലാത്തിനെ പോലെയല്ല. ദിനംപ്രതി 100 മുടങ്ങാതെ നിങ്ങളെ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളെ ഹൃദയം റസൂലുള്ളാഹി തങ്ങളുമായിട്ട് ബന്ധമുണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾ ആവശ്യങ്ങൾ നിറവേറുമെന്ന് ഇമാം തീജാനി തങ്ങൾ പറഞ്ഞു. തീജാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മഹത്വങ്ങൾ. സാധാരണ മജ്‌ലിസല്ല, സുബ്ഹിന്റെ സമയത്ത് കേൾക്കുന്നത് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ പെൺകുട്ടികളെ കെട്ടിക്കാനും ഈ 3.5 ഏക്കർ സ്ഥലം വാങ്ങാനും ഞാൻ ഒരാൾക്ക് പോയി പിരിച്ചിട്ടില്ല. സുബഹിക്ക് ശേഷം വീട്ടിൽ സ്വലാത്ത് കേട്ടിട്ട് അല്ലാഹു തആല നിഅമത്താണ്. ഇൻഷാ അല്ലാഹ് ദിവസവും കേൾക്കാൻ തുടങ്ങുന്ന അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്ലാഹു സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല. പിന്നെ നിയ്യത്ത് വെച്ചാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല. അപ്പൊ പിടിച്ചുള്ള ഈമാൻ അല്ലാഹു നഷ്ടപ്പെടുത്താറൊക്കെ. ചില വീടുകളിൽ ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഈ യൂട്യൂബിൽ മൊയ്യന്മാര് തങ്ങന്മാര് പലതും ഇങ്ങനെ ഓരോരോ ഇത് കണ്ടല്ലേ, സിങ്ക് വെച്ചാൽ കന്നിമൂല. ഇപ്പൊ മിനിയാന്ന് ഇല്ലേ തോന്നുന്നുണ്ട്, വല്ലപ്പോഴാണ് പറഞ്ഞ സ്ഥലത്ത് പെണ്ണിന്റെ ഓടി വരില്ല കരഞ്ഞിട്ട്. രാത്രി 8 മണിക്കിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കരഞ്ഞു വരുന്നു. ഉമ്മയോ എല്ലാരും ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ്. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ പിന്നെ പണിക്കാരനെ വിളിച്ചിട്ട് ഒരു പെണ്ണ് കരഞ്ഞിട്ടതാ ഗേറ്റിന്റെ അവിടെ കുടുംബങ്ങളുണ്ടാവും. എന്താ ചോദിച്ചു? എന്റെ ഇവിടുന്ന് ഒരു നീര് വരുന്നുണ്ട് തങ്ങളെ. ഇല്ല അതാ അതൊന്ന് ആ കരണ്ടും കേട്ടോ. ആര് നിൽക്കാതെ ഞങ്ങൾ സ്വർഗത്തിൽ പോകണം. അല്ലാഹു സ്വർഗം നിന്ന് അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. ഇനി ഇതിന്റെ മുകളിൽ ട്രോളിയാലും കുഴപ്പമില്ല, ഇതിന്റെ മുകളിൽ എന്ത് വിഷയം വന്നാലും കുഴപ്പമില്ല. ഒരു പെണ്ണുങ്ങള് ഇവിടുന്ന് വന്നു, ഇവിടുന്നല്ലോ വല്ലപ്പോഴേക്കും രാത്രി കരഞ്ഞിട്ട് 8 മണിക്കിന്റെ വീട്ടിന്റെ മുന്നിൽ വരുന്നത്. ഞാൻ ചോദിച്ചു, എന്താ മോളെ, എന്താ നിന്റെ പ്രശ്നം, എന്തിനാ നീ പൊട്ടിക്കറിയുന്നത്? എന്താ? എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രസ്റ്റിന്റെ അവിടുന്ന് ഒരു നീര് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ ആൾക്ക് ഇവിടെ കരഞ്ഞിട്ട് പറയാൻ കഴിയുന്നില്ല. ഞാൻ ആശുപത്രി കൊണ്ടുപോയി ചില. അപ്പൊ എന്നോട് ആശുപത്രി കൊണ്ടുപോയി. പിന്നെന്താ പ്രശ്നം? ഡോക്ടർമാരെന്താ പറഞ്ഞു? ഡോക്ടർമാരെ പറഞ്ഞത് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ കഴിയുന്നത്? അപ്പൊ അടുത്തൊരു മൊയ്തി എടുത്ത് അവിടെ പോയ കുറച്ച് പ്രശ്നമുണ്ട്. അടുത്തൊരു മൊയ്തിയെടുത്ത് പോയപ്പോ പറഞ്ഞത് പ്രശ്നമുണ്ട്.
അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് രോഗം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഡോക്ടറെ കാണിക്കണം. MBBS പഠിച്ച ഡോക്ടർമാർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാപ്പാനെ പഠിച്ചു ബാക്കി അല്ലാതെ ഇന്നലെ സംബന്ധിച്ചു അങ്ങനെ കീശേരിന്ന് അള്ളാഹ് സാക്ഷിയാക്കിട്ട് പറയട്ടോ, നമ്മൾ അടുത്ത് വരുന്ന രോഗിയുടെ രോഗം മാറാൻ എന്റെ കഴിവല്ല. ഒരു രോഗി വന്നാൽ നമ്മൾ അവർ സമാധാനിപ്പിച്ചിട്ട് വിടുക അല്ലെ. ഇന്നലെ അനുഭവം ഉണ്ടായിരുന്നു. ഇന്നലെ അനുഭവം ഉണ്ടായി. കീശേരിന്ന് ഒരു 25 വയസ്സ് പ്രായമുള്ളൂ. തൊണ്ടയ്ക്ക് ക്യാൻസറാണ്. തൊണ്ടയ്ക്ക് ക്യാൻസറാണ്. അപ്പോ രോഗം മാറി. അപ്പൊ എന്താക്കി, ചെറിയൊരു പ്രശ്നങ്ങൾ വന്നപ്പോ ഡോക്ടറെ പോയി കാണിച്ചു. ഡോക്ടർമാർ എന്തായിരുന്നത് കുഴപ്പമൊന്നും ഇല്ല. ഈ താത്ത വേറെ മൊയിലേരി പോയി കാണിച്ചിട്ടുണ്ട്. മൊയിലേരി പറഞ്ഞു ക്യാൻസർ ബ്ലഡിൽ കോട്ടായിട്ടില്ല. എത്ര? 15,000 എന്താ പറഞ്ഞത്? ബ്ലഡ്. ഞാൻ ചീത്ത പറഞ്ഞു. ഡോക്ടർമാര് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഡോക്ടർമാര് വിധി എഴുതിയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇന്ത്യക്ക് വരില്ല. ആലോചിച്ചു പോയി. അല്ല, അത് നമ്മൾ ടെൻഷനാവും. ടെൻഷനാവുമ്പോ നമ്മളെ ബ്ലഡ് എന്ത് ചെയ്യും? ഹൈ പവറിൽ സർക്കുലേഷൻ ചെയ്യും. അപ്പൊ നമ്മളെ വൈറസുകൾ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒന്ന് പേടി ഒക്കെ തവക്കിൽ മരുന്ന് കുടിക്കണം, ഡോക്ടർമാരെ കാണിക്കണം. അത് നിർബന്ധം. എന്നിട്ട് രോഗത്തിന്റെ വൈക്ക് വിടുക, നമ്മളെ വൈക്ക്. ഇപ്പൊ അടുത്തൊരു ക്യാൻസർ രോഗിയെ കൊടുക്കുക എന്റെ അടുത്തുനിന്ന്, സ്ഥലം ഞാൻ പറയില്ല, നീച്ച വെച്ച ഞാനെ മൂപ്പരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് ഒരു 10-25 കൊല്ലത്തെ ആയുസ് ഇന്നുണ്ട്. ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, സമയം കിട്ടുമ്പോ മരുന്ന് കുടിക്കും, രോഗത്തിന് വൈക്കല് പിടി. അൽഹംദുലില്ലാഹ് മനസ്സിലെ പണിക്കുണ്ട്. ഇപ്പോൾ എന്നെ കണ്ടാൽ ചോദിക്കും 25 കൊല്ലല്ലേ. ഞാൻ പറഞ്ഞു അന്ന് പറഞ്ഞത് കുറച്ച് ദിവസം കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ പഠിക്കുന്ന ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ രോഗികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചല്ല. അള്ളാഹു മാറ്റിത്തരും. അള്ളാഹ് മാറ്റി തരട്ടെ. മനസ്സിലായത്? നമ്മൾ കുറെ പേടിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ കൂടെ. അള്ളാഹു കാക്കട്ടെ. അപ്പൊ എല്ലാവരും തേടി തുറന്നേക്ക. നമ്മള് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ അതിലൂതുക. എന്നിട്ട് ഈ സദസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ സദസ്സിൽ നമ്മൾ ഒരു ടീസ്പൂൺ കഴിക്കണം. അങ്ങനെ അനുഭവം ഉണ്ടായ ആളാണ് ഇന്നെ കെട്ടിപ്പിടിച്ചത്. സത്യത്തിൽ പൊളിച്ചു നല്ലൊരു പേടി പൊളിച്ചു കേട്ടോ. ഓലൊക്കെ ചവിട്ടി കേട്ടോ. അപ്പൊ ഒരു കുപ്പി തേടി കിട്ടും. അപ്പോ ഇപ്പൊ അയക്കൽ 4 സ്ഥലത്തിന്റെ ചീത്ത അല്ലാഹു കാക്കട്ടെ. ഞങ്ങൾ ഇത്ര ദൂരത്ത് നിന്ന് വണ്ടി എടുത്തിട്ടാ വന്നിട്ട്. ഇപ്പൊ അടുത്തൊരു ഉമ്മ പിരിവിന് വന്നു, വീടില്ലെത്തത്. അപ്പൊ ഞാൻ 2000 കൊടുത്തിട്ട് ഇതേണ്ട് പറഞ്ഞു. എന്നോട് പറഞ്ഞു 2000 വണ്ടിക്കൂലിനെ പറഞ്ഞു. 2000 ഉപ്പ് എടുത്തിട്ട് എന്റെ അവസ്ഥ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ഇന്ന് ഈ വെയിൽ കൊണ്ട ഹൈറാട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ വീട് നമ്മുടെ സ്ഥലത്തിന്റെ ഫോം നമ്മള് താഹിർ തങ്ങൾ. ഈ സ്ഥലം എന്ന് പറഞ്ഞാല് ഒരുപാട് നിബന്ധന ഉണ്ട് കേട്ടോ. കല്യാണത്തിന്റെ പോലെയല്ല, ഇത് അന്വേഷണം ഉണ്ടാവും കേട്ടോ. ഇത് താഹിർ തങ്ങൾ ഗ്രൂപ്പ് അഡ്മിനാണ് അല്ലേ? ഗ്രൂപ്പ് അഡ്മിന് നിങ്ങൾക്ക് എന്നല്ലോ സഹോദരിക്കും വീടില്ല. അള്ളാഹു വീടുണ്ടാവട്ടെ. എന്റെ ജ്യേഷ്ഠന്റെ മക്കൾക്കൊക്കെ അറിയോ? ഇവരൊക്കെ പറയത്തില്ല, 100 തങ്ങളെടുത്ത് കോടിക്കണക്കിന് ഉറപ്പല്ലേക്കൊക്കെ വാങ്ങിക്കൊണ്ടേ. എന്റെ അവസ്ഥ ഇഷ്ടംപോലെ ആള് വരുന്നുണ്ട്. ഒരാള് വരും 10-500 തരും, അത് വാങ്ങി ഞാൻ പറ്റിയിടും. അതിന്റെ ബാക്കിൽ വന്നിട്ട് വാടക കൊടുത്തിട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കി പട്ടിണെന്ന് പറയുമ്പോ ഈ 500 കൈ കൊടുക്കും. എന്താ നമ്മൾ ചെയ്യുന്നത്? അതുകൊണ്ടാണ് എനിക്ക് ഞാമത്തേന്ന് കിട്ടിയ പൈസ എടുത്തുണ്ടാവും. ഇതെല്ലാരും കൂടി ബഹുമാനപ്പെട്ട താഹിർ തങ്ങൾ പറയാം.
ഇത് തന്നൂന്ന് വിചാരിച്ചിട്ട് സ്ഥലമാവില്ല. 75 പേർക്കുള്ള സ്ഥലം 1000 ചില അപേക്ഷ ഇപ്പൊ തന്നെ ഉണ്ട്. ഒരു അടിമി മരിച്ചു മാറുന്നു. അടിമിമാര് മുഖേന എന്റെ അടിമിമാർക്ക് അല്ലാഹു അർശിന്റെ തണൽ ഇട്ട് കൊടുക്കട്ടെ. ഓലൊപ്പുണ്ടെങ്കില് ഓലൊപ്പ് മാറുന്നു. ഇത് ഭയങ്കര ഓലിക്ക് നിങ്ങൾ അടിമിമാരുടെ പേരിങ്ങനെ കയറി ഇറങ്ങുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന്റെ അന്വേഷണം പിന്നെ ഒന്ന് അന്തരി ശ്രീസ്ഥാവും ഒരാളും പറഞ്ഞു മുത്തുക്ക പിന്നെ മറ്റേ സെമിയർ. ഇത് 4-5 ആളുകളുണ്ട് അന്വേഷണം. മനസ്സിലായില്ലേ? എത്തിമക്കൾക്ക് കൊടുക്കും, പാവങ്ങൾക്ക് കൊടുക്കും. അല്ലാഹു ഇതിന് സാക്ഷിയാണ്, ഒരു ഭാഗ്യമാണ് കേട്ടാ. പിന്നെ എന്നോട് എന്റെ പ്രസിഡന്റ് തന്നെ ചോദിച്ചു, എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ എന്ത് വിഷമം പറഞ്ഞാലും ഓടിയെത്തും. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സലീമാഷി എന്നോട് വെച്ചു കുറച്ച് സ്ഥലം എടുത്തു. മാഷെ അതിന് മാത്രം എന്ത് ചെയ്തു വിളിക്കരുത്. കാരണം ഇതിന്റെ നൂറ ഹബീബിന്റെ കുടുംബങ്ങൾക്കുള്ളതാണ്. നൂറ എന്റെ വീടിന്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ അല്ല റോഡും സ്കൂളും മദ്രസും ഒക്കെ അടുത്തടുത്താണ്. 1 ലക്ഷം ഇതിന്റെ ഫോം 2 ഏക്കർ സ്ഥലം ഞാൻ വാങ്ങാൻ ഒരു കാര്യം വെച്ചാൽ 3 ഏക്കർ സ്ഥലം പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇൻഷാഅല്ലാഹ് ഒരു കിണറുണ്ട്. ഒരു ഉമ്മ മകന്റെ കല്യാണം ശരിയാവില്ല, ഒന്നൊക്കെ മുടക്കുക. ഇപ്പൊ കല്യാണം ശരിയായി. അപ്പൊ 1 ലക്ഷം റുപ്യ കൊടുക്കാൻ എന്നോട് പറഞ്ഞു, എന്ത് കാട്ടിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു പാവപ്പെട്ട എത്തിയ കിണറുണ്ട് അല്ലേ. അപ്പൊ അത് ഇൻഷാഅല്ലാഹ് അടുത്ത മാസം കൊടുക്കാം കേട്ടോ. അല്ലാഹു ബറക്കത്ത് കേട്ടോ. പിന്നെ ഇതിന്റെ നമ്മൾ എല്ലാവരും കൂടെ താഴത്തങ്ങളെ കൊടുക്കുകയാണ്. താഴത്തങ്ങളെ ഗ്രൂപ്പില് ശരിക്കും ഇതിന് അർഹതപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ അർഹതപ്പെട്ട ആള് ഇവർക്കൊന്നും വീട് സ്ഥലമില്ല. പക്ഷെ എന്താ ചെയ്യാൻ എന്നോട് ചോദിച്ചിട്ടില്ല, ചോദിക്കാറൊക്കെ. പിന്നെ ഒരു കാര്യം, ഈ മുതലൊന്നും എന്റെ പൈസ അല്ലട്ടോ. ഇങ്ങനെ തരുമല്ലോ. ഈ ബക്കറ്റ് പിരിവിട്ട് കിട്ടൂല പൈസ. ഞാൻ മദ്യസ് നഷ്ടമൊന്നും തരൂല. നിങ്ങളെ പൈസ എന്റെ പൈസ അല്ലട്ടോ. കുറച്ചുകൂടി ഞങ്ങളെ തങ്ങള് അല്ല, നിങ്ങളെ മുതലാണ്. നിങ്ങളെ മുതലാണ് ഈ 3 ഏക്കർ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൽ വരാനും അതിൽ വീട് വെക്കാനും അതിൽ ജീവിക്കാനും അല്ലാഹു ഭാഗ്യം അല്ലാഹു നൽകട്ടെ. നിങ്ങളെ നാട്ടിൽ പോയിട്ട് നൂറെ ഹബീബിന്റെ അവിടെ പോയിക്കോ നിങ്ങൾ പറയേണ്ട. ഈ നൂറെ ഹബീബിന്റെ ഉച്ചമണികൾക്കുള്ളതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇത് നമ്മള് എല്ലാവരും അതിന്റെ അടക്കം എഴുതിക്കിട്ടോ. ഒരു സീറ്റിലുള്ളത് എഴുതിക്കിട്ടോ. ഒരു സീറ്റിലുള്ളത് എഴുതിക്കണേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഇൻഷാ അല്ലാഹ് 30 പേർക്കുള്ള ആധാരം. വിവാഹത്തിന് 2 കുട്ടികളുടെ വിവാഹമുണ്ട്. ആ വിവാഹത്തോടനുബന്ധിച്ചിട്ട് അന്ന് ഇൻഷാ അല്ലാഹ് 30 പേർക്കുള്ള ആധാരം അന്ന് കൊടുക്കും. പക്ഷേ പൈസലാക്കാനുള്ള പൈസ ഉണ്ടാക്കണം. അത് എല്ലാം ഞാൻ കൊണ്ട് കഴിയില്ല കേട്ടോ. അല്ലാഹു പേടിയാണ്. ഇൻഷാ അല്ലാഹ് തൽക്കാലം പിരിവൊക്കെ നമ്മൾ നിർത്തി വെക്കാണ്. ഇതിന്റെ ഒരുപാടായി ഇവിടെ ചോദിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ പണി അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കണം കേട്ടോ. എന്റെ കാലില്ല, പുളി വെച്ചിട്ടാ ജീവിക്കുന്നു. പുളി ഇന്നോടൊരു വീടുകൾ ഉണ്ടാക്കി ചോദിച്ചു. ഇതിനു മുമ്പ് ഞാൻ ഒരു 25 സഹായിച്ചിട്ടുണ്ട്. എത്രയാണ്? 25
അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നാളെ സ്വർഗ്ഗത്തിൽ രണ്ട് കാലില്ല ചെറിയ പെൺമക്കളാണ്. അള്ളാഹു ഓലപ്പെടുന്നു രണ്ട് കാലിന് ശേഷിയില്ല പുള്ളി വെച്ചിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. അള്ളാഹു ബറക്കത്ത് കേട്ടോ. അപ്പൊ പിന്നെ ഇത് നമ്മൾ കൊടുക്കാൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്ത മറ്റൊരു വെള്ളം കുടിക്കണോ എല്ലാവരും ഇനി നിങ്ങൾ വരുന്ന നിങ്ങൾ തരുന്നതൊന്നും എത്തിമൊക്കെ നിശ്ചയാക്കരുത്. ഇനി തരുന്നതൊക്കെ പുസ്തകത്തിന്റെ പേര് ഒരാൾ മോതിരം കൊടുത്താൽ അപ്പൊ തുണിയെ കുറിച്ച് എടുത്ത് എല്ലാവരും കേട്ടോ തലമുടി മറിച്ച് പട്ടപ്പാടിയിൽ നമ്മളെ മജിൽസുണ്ട്. തെങ്കര തോൽപ്പാടം അതുപോലെ തന്നെ മുപ്പതിനാണ് അവിടെ അള്ളാഹു ബറക്കത്ത് കേട്ടെ. ശബ്ദത്തിന് അള്ളാഹു സന്തോഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുൽ ഫാത്തിഹയുടെ തണല് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എനിക്കറിയാം പല ആളുകളും ഇത് എഴുതിക്കാത്തത് എന്നെ ഒന്ന് കാണാനും എന്നിലൂടെ തരാനും വേണ്ടിയാണ് എഴുതി വെച്ചവരൊക്കെ ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമ്പോൾ കൊടക്കാട് കൊണ്ടു തന്നാൽ മതി. ഗൂഗിൾ പേ നമ്പർ അതിലില്ല, സ്കാനർ ഉണ്ട്. ഉസ്താദിന്റെ ബുക്കൊക്കെ മാഷാ എല്ലാവരും നല്ല കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പൊ ഇന്നലെ ഇന്നൊരാൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ആയാ പോരാ. എന്റെ കൂടെ നിൽക്കണമെന്ന് തോന്നുന്നത് ഇന്നലെ ഇങ്ങനെ ആയാ പോരാ, മക്കള് വലുതാകാണ്, എന്തെങ്കിലും അവർക്ക് ഉണ്ടാക്കിയാൽ. ഇന്നലെ എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സങ്കടങ്ങളൊക്കെ അല്ലാഹു മാറ്റി സന്തോഷം അല്ലാഹു നൽകണം. ആമീൻ. അപ്പൊ നമ്മൾ നിയ്യത്ത് വെക്കാൻ പോകണം. ഈ നിയ്യത്ത് വെച്ച് സംസാരിക്കരുത്. ഈ തേനിൽ എന്ത് ചെയ്യണം? ഓരോ സ്വലാത്തും ഫാത്തിഹ കഴിയുമ്പോഴും മുതൽ ഓതണം, വർത്താനം പറയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഒരു ടീസ്പൂൺ തന്നെ കഴിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പള്ള വരെ എന്തൊക്കെ രോഗങ്ങൾ റബ്ബ് തന്നിട്ടുണ്ടോ ഖാലിഖായ പടച്ച റബ്ബ് ശിഫ നൽകട്ടെ. പിന്നെ ഞാൻ പറയാണ്, വർത്താനം പറയരുത്, സംസാരിക്കരുത്. ആരെങ്കിലും അടുത്തുനിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, വർത്താനം പറയാം കേട്ടോ. ചിലപ്പോൾ ബിലീസാവും, അല്ലാഹു കാക്കട്ടെ കേട്ടോ. നമ്മളൊക്കെ സങ്കടം അല്ലാഹു മാറ്റി തരട്ടെ കേട്ടോ. അപ്പൊ നമ്മള് നിയ്യത്ത് വെക്കാണ് കേട്ടോ. തലമുടി മറക്കണം കേട്ടോ, ഒറ്റ മുടി പോലും കാണരുത്. അവർ റഹ്മത്തിന്റെ മലക്കിറങ്ങൂല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ തേൻ കുപ്പി എന്ത് ചെയ്യണം? ലാസ്റ്റ് ഒരു ടീസ്പൂൺ ഇവിടെ തന്നെ കഴിക്കണം. ഷുഗറുള്ള ആൾക്കാരുണ്ടോ? അല്ലാഹു ആ രോഗം റബ്ബ് മാറ്റിക്കൊണ്ട് അങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് കഴിക്കണം കേട്ടോ. തേൻ ഒന്നായിട്ട് കുടിച്ചരുത്, തല കറങ്ങണം കേട്ടോ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ കേട്ടോ. അപ്പൊ നിയ്യത്ത് വെക്കാൻ പോവാണ്. സംസാരം കഴിഞ്ഞല്ലോ, നേരത്തെ പറയണ്ടോ? أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. أرحم الراحمين يا أرحم الراحمين. يا جات العجلايا يا جات العجلايا. കരുണക്കടലായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ തേടി വന്നത് ഞങ്ങളെ തേടി വന്നത് ഹബീബായ ഹബീബായ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരമക്കളെ മജ്ലിസിലേക്കാണ്. പേരമക്കളെ മജ്ലിസിലേക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് രോഗങ്ങൾ കടിമകളാണ്, വീട്ടിൽ സമാധാനമില്ല, എന്നും പ്രയാസങ്ങളാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകള് ഒരുമിച്ച് കൂടി ചൊല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളും ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ ദുഃഖങ്ങളും ഞങ്ങളെ ദുരിതങ്ങളും ഞങ്ങളെ കഷ്ടതകളും ഞങ്ങളെ കഷ്ടപ്പാടുകളും തീർത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും വിഷമം മനസ്സിൽ വിചാരിച്ചാണ്, എല്ലാവരും വിഷമം വിചാരിച്ചാണ്. ഞങ്ങള് വെച്ച നെയ്യത്തിനെ നീ സ്വീകരിക്കണം. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ ഈ ദിവസങ്ങളില് ഞങ്ങളെ കൽവിൽ ഒരുപാട് മുറാദുകളുണ്ട്. ആ മുറാദിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ വെച്ച നെയ്യത്ത് റബ്ബ് സ്വീകരിക്കാൻ, ഞങ്ങളെ പ്രയാസങ്ങളെ മാറാം, ഞങ്ങളെ ദുഃഖങ്ങളെ മാറാം. ഞങ്ങളെ മദീനയിലേക്ക് ഒരു ഫാത്തിഹ ഞങ്ങൾ ഓതുകയാണ്. ദജ്ജാൽ പ്രവേശിക്കാത്ത മദീന. മശത്തുള്ളികൾക്ക് കഥ പറയാൻ ആഗ്രഹിക്കുന്ന മദീന. ഇഴഞ്ഞെങ്കിലും ആ മദീന കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവേ, ആ മദീനയിലേക്ക് ഞങ്ങളൊരു ഫാത്തിഹയാണ്. ആ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ മുറാദുകളും ഹാസിലാക്കിക്കൊണ്ട് അതുകൊണ്ട് മദീനയിലേക്ക് നമ്മൾ ഫാത്തിഹയോടെ തുടങ്ങും. ഫാത്തിഹയോടുകൂടി നമ്മളോടും ഫാത്തിഹയോടുകൂടി നമ്മളെ മജ്ലിസ് തുടങ്ങുകയാണ്. മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا رب ഞങ്ങളോദിയ സൂറത്തുൽ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളോദിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കിക്കൊണ്ട് റബ്ബേ ഞങ്ങൾ വെച്ച നിയ്യത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ വന്നത് വെറുതെ ആക്കല്ല റബ്ബേ, ഇവിടെ വന്നത് വെറുതെ ആക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്തൊക്കെ മുറാദുകളുണ്ടോ അതൊക്കെ നീ ഹാസിലാക്കിക്കൊണ്ട് റബ്ബേ. اللهم صل أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدرك دار الذي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدرك دار الذي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدرك دار الذي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدرك دار الذي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق
ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ഞങ്ങൾ മദീനയിലേക്ക് ഒരു ഫാത്തിഹ ഞങ്ങൾ ഓതുകയാണ്. ഒരുപാട് പ്രതിഫലം കിട്ടുന്ന സ്വലാത്തിന്റെ ഇടയിൽ വെച്ചിട്ട് പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ ഈ രാവുകളിൽ അല്ലാഹുവേ ഞങ്ങൾ മദീനയിലേക്ക് ഒരു ഫാത്തിഹ ഞങ്ങൾ ഓതുകയാണ്. അല്ലാഹ് ഈ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് വിഷമങ്ങളെ മാറ്റിക്കൊണ്ട് റബ്ബേ പ്രയാസങ്ങളെ മാറ്റിക്കൊണ്ട് അല്ലാഹ് അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الله സ്വീകരിക്കണേ അല്ലാഹ് ഭായി മടക്കല്ല റബ്ബേ ഒരുപാട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് കഷ്ടതകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് കടങ്ങളുണ്ട് റബ്ബേ ഒരുപാട് പ്രയാസത്തിലാണല്ലോ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളെ മാറ്റിക്കൊണ്ട് റബ്ബേ ഞങ്ങളോട് സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما
سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آية قدره ومقداره الله 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 ഞങ്ങൾ ഈ പവിത്രമാക്കപ്പെട്ട ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്ത് ചെല്ലുന്നതിന്റെ ഇടയില് മുഅ്മിനിന്റെ അഭയകേന്ദ്രമായ മദീനയിലേക്ക് ഞങ്ങളൊരു ഫാത്തിഹ ഞങ്ങൾ ഓതുകയാ. അല്ലാഹ് ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് പ്രയാസമുള്ളവരാ, ഒരുപാട് പേര് വീട്ടിൽ സമാധാനമില്ലാത്തവരാ. അല്ലാ ഞങ്ങൾ ഈ സ്വലാത്തിന്റെ ഒരു ഫാത്തിഹ ഞങ്ങൾ ഓതുകയാണ്. ആ ഫാത്തിഹന്റെ ബറക്കത്ത് കൊണ്ട് ഇന്ന് വരെ ജീവിച്ചത് ഞങ്ങൾ സങ്കടത്തോടെയാ. നാളെ മുതൽ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ മുഅ്മിനിന്റെ അഭയകേന്ദ്രമായ 4600 കിലോമീറ്ററുകൾക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലുള്ളാഹി തങ്ങളെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. വായിവായി മടക്കല്ല റബ്ബേ. 10,000-കണക്കിന് ആളുകളാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടി ചൊല്ലുന്നത്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما بلغ الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما بلغ الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الله الله الله. ഈ സ്വലാത്ത് പവിത്രമാക്കപ്പെട്ട സ്വലാത്ത് ചൊല്ലുന്നതിനിടയില് ഞങ്ങൾ മദീനയിലേക്ക് ഒരു ഫാത്തിഹ ഓതുകയാണ്. ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആധാരങ്ങൾ ബാങ്കിലാണ്, ഞങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ്. അതെല്ലാം എടുക്കാൻ ഒരു വഴി പടച്ച റബ്ബ് ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ആ കടങ്ങൾ വീട്ടാൻ, ആ
കടങ്ങൾ വീടാതെ മാർഗമുണ്ടാവാൻ മദീനയിലേക്ക് ഒരു ഫാത്തിഹ അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിന്റെ പവിത്രത കൊണ്ട് എല്ലാവരുടെ കടങ്ങളും നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ محمد الفاتح لما غلق الخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقدار العظيم. الله الله الله. ഒരുപാട് പേര് കല്ലിനടിമയാണ്, കഞ്ചാവിനടിമയാണ്, ഷുഗറിനടിമയാണ്, മയക്കുമരുന്നിനടിമകളാണ്. അല്ലാഹ് നൂറെ ഹബീബിന്റെ ഏതെങ്കിലും ഒരു മാണിക്കക്കല്ല്, ഏതെങ്കിലും ഒരു മകന്, അതല്ലെങ്കിൽ ഒരു ഭർത്താവ്, അതല്ലെങ്കിൽ ഒരു ഉപ്പ, ആരെങ്കിലും കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാണെങ്കിൽ ഒരു ഫാത്തിഹ നിങ്ങൾ ഓതുകയാണ്. ആ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാനുള്ള കഴിവ് നൽകണേ അല്ലാഹ്. ഇന്ന് മുതൽ മക്കളെ ഭർത്താക്കന്മാരെയോ അപ്പമാരെയോ നന്നാക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുകയാണ്. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.